Radio Apps 91.0, where every voice matters. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം, സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഹായ് ഹലോ നമസ്കാരം. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ആദിത്യ. ഞാൻ RJ ജിയ. ശുചിത്വവും പടരുന്ന പകർച്ചവ്യാധികളും എന്ന വിഷയവുമായി ഞങ്ങൾ റേഡിയോ ആപ്സിലൂടെ വീണ്ടും എത്തിയിരിക്കുന്നു. ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ശുചിത്വമാണ്. ശുചിത്വത്തെക്കുറിച്ച് ഒരു പ്രസംഗവുമായി എത്തുന്നു ഹിദായ സുൽത്താന. ശുചിത്വം എന്നത് നമ്മുടെ ശരീരവും വസ്ത്രവും വീടും പരിസരവും പ്രകൃതിയും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന അവസ്ഥയാണ്. യഥാസമയം നഖം മുറിച്ചും മുടി വൃത്തിയായി വെട്ടിയൊതുക്കിയും ദിവസവും പല്ല് തേച്ചും കുളിച്ചും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും കൈകൾ കഴുകി നമുക്ക് വ്യക്തി ശുചിത്വം നിലനിർത്താം. ഗാന്ധിജി പറഞ്ഞതുപോലെ ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ്. നാം ഇന്ന് കാണുന്ന സ്വച്ഛ ഭാരത് പോലെയുള്ള ആശയങ്ങൾ നമ്മുടെ ഗാന്ധിജിയുടെ ശുചിത്വ സ്വപ്നങ്ങളുടെ തുടർച്ചയാണ്. നാം ഇന്ന് പത്രത്തിലൂടെ കാണുന്ന ഭയാനകമായ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം മുതൽ കൊറോണ വരെ നമുക്ക് ശുചിത്വത്തിലൂടെ അതിജീവിക്കാൻ സാധിക്കും. ശുചിത്വം ഒരു ശീലമല്ല, അതൊരു സംസ്കാരമാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ആരോഗ്യത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ഹിദായ. നിന്റെ ചുമ ഇതുവരെയായും മാറിയില്ലേ? ഇല്ല, ചുമ മാറുന്നതേയില്ല. ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് നമ്മുടെ നേഴ്സായ സുമി മാമിനോട് സംസാരിച്ചാലോ? അതിനായി നമ്മോടൊപ്പം ചേരുന്നു ജൊഹാനയും സുമി മാമും. മാഡം, ഇപ്പോൾ പകർച്ചവ്യാധികൾ രൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് പറയാമോ? കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറവ്, ഡീഹൈഡ്രേഷൻ, മാസ്ക് ഉപയോഗിക്കാതിരിക്കുക, സാനിറ്റൈസ് ചെയ്യാതിരിക്കുക എന്നിവയാണ് കാരണങ്ങൾ. ഓ, അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിറയെ വെള്ളം കുടിക്കുക, മാസ്ക് കൃത്യമായി ഉപയോഗിക്കുക, സാനിറ്റൈസ് ചെയ്യുക, ചുമയ്ക്കുമ്പോൾ വാ മൂടി ചുമയ്ക്കാൻ ശ്രമിക്കുക. മാമിന്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് നന്ദി. നന്ദി ജൊഹാന. നന്ദി സുമി മാം. ശുചിത്വം പാലിക്കുക, പകർച്ചവ്യാധികളെ തടയുക. ഈ സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കാമെന്ന പ്രതിജ്ഞയോടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ ആപ്സ് റേഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.